ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ വിഭവമാണ്. ചിക്കൻ ചിക്കി വറുത്തത്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. ഇതിനാവശ്യമായ സാധനങ്ങൾ: ബോൺലെസ് ചിക്കൻ ചെറുതായി അരിഞ്ഞത് 250 ഗ്രാം, സവാള ഇടത്തരം 2 എണ്ണം, പച്ചമുളക് 2 എണ്ണം, മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മതി, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്. ഗ്യാസ് സ്റ്റവിൽ പാൻ വെച്ചു. അതിനുശേഷം പാൻ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ ഇടുക. വളരെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണിത്. ചിക്കൻ കൊത്തി അരിഞ്ഞതാണിത്. ചിക്കൻ ഇട്ടു. അതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമുക്ക് ഉപ്പ് ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് ചേർക്കാം. ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം മഞ്ഞൾപ്പൊടി ചേർക്കുക. മഞ്ഞൾപ്പൊടി ചേർത്തു. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പൊടിച്ച കുരുമുളകാണിത്. ബ്ലാക്ക് പെപ്പറാണ് എടുത്തിരിക്കുന്നത്. ചേർത്തു. കറിവേപ്പില ആവശ്യത്തിന്. ഇതിന് നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് സമയം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ചിക്കൻ കൊത്തി അരിഞ്ഞതാണെങ്കിലും ഇത് ഒന്ന് നന്നായി ചിക്കൻ വെന്തിട്ടുണ്ടാവും. നമുക്കിത് തുറക്കാം. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി ചിക്കൻ കൊത്തി അരിഞ്ഞത് റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ വലിയണമെങ്കിൽ ചിലവർക്കിത് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം. അങ്ങനെയാണെങ്കിൽ കുറച്ച് സമയം കൂടെ വെളിച്ചെണ്ണയിൽ കിടന്ന് ഇതൊന്ന് മൂക്കട്ടെ. കുറച്ച് മുരിഞ്ഞാൽ മതി, അധികം ക്രിസ്പി ആവണ്ട. ഏകദേശം ഒരു 5 മിനിറ്റ് വെളിച്ചെണ്ണയിലിട്ടു. ഇനി നമുക്ക് ഈ ചീനച്ചട്ടിയിൽ നിന്ന് ഈ ചിക്കൻ മാറ്റിയിട്ട് ഈ വെളിച്ചെണ്ണയിൽ തന്നെയാണ് സവാള. നമ്മൾ ചിക്കൻ ഒരു പാത്രത്തിലോട്ട് പകർത്തി പാനിൽ ബാക്കിയുള്ള എണ്ണയിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഇടുക. പിന്നെ നല്ല ബ്രൗൺ കളറാവുന്നവരെ നന്നായിട്ട് വഴറ്റണം. നമ്മൾ ചിക്കൻ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് സവാളയ്ക്ക് ചേർക്കുക. കുറച്ച് ചേർത്താൽ മതി. നന്നായിട്ട് വഴറ്റണം. എണ്ണ കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിക്കണം. സവാള നന്നായിട്ട് വഴറ്റി ബ്രൗൺ കളറായി. ഇനി നമുക്കിതിലോട്ട് അല്പം മുളക് പൊടി ചേർക്കാം. മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി. കാരണം നമ്മൾ ചിക്കനിൽ മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല, കുരുമുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇതിൽ കുറച്ച് മുളക് പൊടി ചേർക്കുന്നത്. മുളക് പൊടി ചേർത്തു. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനിലോട്ടിടാം.